അതും പോയി ഡോക്ടറോടൊന്നും പറയണ്ട കേട്ടോ. ഞാൻ പോണ്ടതിന്റെ ഇടയിലാണ് ചെങ്ങായി. ഞാൻ തന്നെ സൈക്കിളിക്ക് പല്ല് വെച്ചിട്ട് വയ്യുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാപ്പോ കെട്ടോളൂ. കൊറേ നേരം എന്റെ പല്ല് വെച്ചിട്ട് ഞാൻ അവിടെ വെക്കണേ. ഇന്റെ കൂടാണ് കടന്നു വരാൻ കയറി വന്ന്. അല്ല, ഇത്രേ കാര്യമുള്ളൂ. ഓരോരുത്തരെ സമാധാനമായിട്ട് നോക്കണണ്ട. ക്ഷമയില്ലാത്തൊരു കാശ് മുടക്കി പോയി ചികിത്സിക്കട്ടെ. എന്തത് മനുഷ്യന്മാർക്ക് ഇവിടെ ചികിത്സ ഇതെന്റെ കാര്യം നോക്കാം. എത്ര വയസ്സായി പല്ല് എടുത്തിട്ട് പ്ലീസ് പ്ലീസ് മുൻഭാഗത്താണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സും ജീവനക്കാരും ഈ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തകരും ചേർന്നുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇന്നലെ ഒരു പറ്റം അക്രമികൾ, സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഈ ജീവനക്കാരെ മർദ്ദിക്കുകയും ഡോക്ടേഴ്സിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല. പക്ഷെ ഇന്നിവിടെ അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള മുഴുവൻ രോഗികൾക്കും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ പ്രതിഷേധം രോഗികൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണ്, ഡോക്ടർ മണ്ടോദരി. ഓക്കെ, ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാതെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ പേഷ്യൻസിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതുവരെ വേറെ ഒരു പരാതിയും ഞങ്ങൾക്കെതിരെ ഉയർന്നിട്ടില്ല. പക്ഷെ ആരൊക്കെയോ വന്നിട്ട് എന്തിനൊക്കെയോ ആൾക്കാരെ മർദ്ദിക്കുകയാണ്. അതായത് ഞങ്ങളുടെ സ്റ്റാഫിനെ മർദ്ദിച്ചിട്ട് പോകുന്നു. കാരണം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ലല്ലോ ഒരു ആശുപത്രി എന്ന് പറയുന്നത്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, പ്രസവിക്കാൻ തയ്യാറായി എത്രയോ സ്ത്രീകൾ അകത്ത് കിടക്കുകയാണ്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ. പക്ഷെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് സംരക്ഷിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ ഈ ആശുപത്രി സുഗമമായി ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഈ പ്രബുദ്ധരായ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം. നിങ്ങൾ ഒന്ന് നോക്കൂ, ഒരു മനുഷ്യനോട് ചെയ്യാവുന്നതാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ആണോ?